കാത്തിരുന്ന വിഷു വന്നെത്തിട്ടോ. അങ്ങനെ കണിക്കൊന്നൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ പറമ്പിൽ പോയിരിക്കുകയാണ് കേട്ടോ. എല്ലാ പ്രാവശ്യത്തേക്കാൾ കണിക്കൊന്ന ഇപ്രാവശ്യം കുറേ പൂത്ത് നിൽക്കുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് നേരെ പറമ്പിലോട്ട് വിട്ടേ. അവിടെ നോക്കിയപ്പോൾ മരം നിറയെ കണിക്കൊന്ന പൂവായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി കേട്ടോ. കുറച്ച് ഉയരത്തിലാണേലും അതെങ്ങനെയെങ്കിലും എത്തിപ്പിടിക്കണം എന്നായിരുന്നു എൻ്റെ ആരുടെയും മനസ്സിൽ. ഞാൻ ഹോസ്റ്റലായതുകൊണ്ട് വിഷുവിൻ്റെ ലീവൊന്നും എനിക്ക് എപ്പോഴും കിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യം എന്തോ ലക്കിന് കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ട് 2 വർഷമായി ഞാൻ വിഷു ആഘോഷിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ പൂവൊക്കെ പൊട്ടിച്ചു. പിന്നെ നേരെ വീട്ടിലോട്ട് പോയി. ഒരുപാട് കണിക്കൊന്ന കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ കൃഷ്ണനൊരു മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ മുല്ലപ്പൂ നിറയെ പൂത്ത് നിൽക്കണ്ടായിരുന്നു. ഇതും അതെ എന്നത്തെയും പോലെ കൂടുതലായിരുന്നു കേട്ടോ. പിന്നെ അതിൽ നിന്ന് വിരിയാനായ വലിയ മുട്ടുകൾ പറിച്ചെടുത്തു കേട്ടോ. അതിൽ നിന്ന് വിരിഞ്ഞ പൂവ് എടുത്തിട്ട് ആര് തലയിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയും മുട്ടുകളാണ് കേട്ടോ കിട്ടിയത്. എനിക്ക് തലയിൽ മുല്ലപ്പൂ ചൂടാൻ വലിയ താല്പര്യമില്ലെങ്കിലും അതിൻ്റെ മണം നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കണിക്ക് കൃഷ്ണൻ ഒരുക്കാൻ പോവാണേ. കണി കാണാൻ വേണ്ടിയിട്ട് ഒരു തളികയിൽ നിറയെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാൽക്കണ്ണാടിയും തേങ്ങയും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൃഷ്ണന് മാലയൊക്കെ ചാർത്തിയിട്ടാണ് ആദ്യം തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ കണി റെഡിയാക്കി വന്നപ്പോഴേക്കും രാത്രി 11:30 കേട്ടോ. അപ്പോഴേക്കും ഒരുവിധം സെറ്റാക്കി വെച്ചിരുന്നേ. അങ്ങനെ നാളേക്കുള്ള കണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. ബാക്കി നാളെ.